ഗൈസ്, സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാൻ വേണ്ടി തന്നെ. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്. ഞാൻ പറയാൻ പോകുന്ന മോയ്സ്ചറൈസർ ഒരു മിനി സൈസിലാണ്, ലൈക്ക് ഒരു 15 ml ബോട്ടിലാണ്. ആൻഡ് ഇതിന്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ അമേസിങ്, സോ പ്രെറ്റി ഗൈസ്. സി, വളരെ മിനി സൈസിലുള്ള ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി മോയ്സ്ചറൈസർ ആണ്. ആൻഡ് ഇറ്റ്സ് ഫ്രം Estee Lauder Revitalizing Supreme Plus Youth Power Cream. കുറച്ച് വലിയ പേരാണ്, ബട്ട് സൂപ്പർ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. തീരാറായിട്ടുണ്ട് ഗൈസ്. 15 ml എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പ്രൊഡക്റ്റേ ഉള്ളൂ, ബട്ട് ഞാൻ നിയർലി 1 month ആയിട്ടോ. വളരെ കുറച്ച് പ്രൊഡക്റ്റ് മതി ആക്ച്വലി ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ആക്ച്വലി AM ആൻഡ് PM പ്രൊഡക്റ്റ് ആണ്, ലൈക്ക് മോയ്സ്ചറൈസർ ആണ്. പക്ഷെ ഞാൻ PM മാത്രം യൂസ് ചെയ്ത് വൺസ് എ ഡേ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് 1 month നിന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ കൺസിസ്റ്റൻസി പറയുവാണെങ്കിൽ ലുക്ക്, ഒരു സോളിഡ് ടെക്സ്ചർ ആണ്. ലൈക്ക് സി, ഒരു സോളിഡ് ടെക്സ്ചർ ആണ്, നല്ല തിക്കായിട്ടുള്ള ഒരു ക്രീമാണ്. ഇത് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ വേസ്റ്റ് ചെയ്യണം, നമുക്ക് ഫേസിൽ തന്നെ അപ്ലൈ ചെയ്യാം. ഓക്കെ, സി, ഉണ്ടോ ഗൈസ്, നല്ലൊരു ഗ്ലോയി പ്ലംബി ഫീൽ ഒക്കെ തരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. നല്ല അടിപൊളി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ആക്ച്വലി ഞാൻ എന്റെ PM റുട്ടീൻ, സ്കിൻ കെയർ റുട്ടീനിൽ മാത്രം യൂസ് ചെയ്തെന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത്. ലൈക്ക് ഡൈമെത്തിയോൺ, ഗ്ലിസറിൻ, ഹിബിസ്കസ് ഫ്ലവർ എക്സ്ട്രാക്ട്, പിന്നെ അങ്ങനെ ഒരുപാട് പെപ്റ്റൈഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അസറ്റൈൽ ഹെക്സാ പെപ്റ്റൈഡ് ആണ്. മെയിൻ തിങ്, ഒരുപാട് ഫ്രൂട്ട് എക്സ്ട്രാക്ട് ഇതിൽ ഇൻഗ്രീഡിയന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ആപ്പിൾ ഫ്രൂട്ട് എക്സ്ട്രാക്ട് ആൻഡ് കുക്കുംബർ ഫ്രൂട്ട് എക്സ്ട്രാക്ട്, പിന്നെ ലിൻഡായിൽ ഫ്രൂട്ട് എക്സ്ട്രാക്ട് ഒക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. ആൻഡ് തിങ്, ഇതിൽ പെർഫ്യൂം ഉണ്ട് കേട്ടോ. പെർഫ്യൂം ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ്. പിന്നെ ആക്ച്വലി എനിക്ക്, ഞാൻ വൺസ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്മെല്ല് അടിക്കുന്ന മോയ്സ്ചറൈസേഴ്സ് ഇഷ്ടമല്ല. പക്ഷെ ഇത് അതുപോലെയൊന്നുമല്ല, നല്ല സൂത്തിങ് ആയിട്ടുള്ള സ്മെല്ലാണ്. കുറച്ച് ഹാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുത്തുന്ന ടൈപ്പ് സ്മെല്ലൊന്നുമല്ല, നല്ല സൂത്തിങ് ആയിട്ടുള്ള സ്മെല്ലാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആർ ആഡഡ്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. ലൈക്ക് റെറ്റിനോൾ, ആസിഡമൈഡ്, BHA പോലുള്ള ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടില്ല. ഇത് യൂസ് ചെയ്തിട്ട് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണ്. ഈവൻ 1 month വൺസ് എ ഡേ ആയിട്ട് പോലും എന്റെ ഫേസിൽ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു ഫിനിഷിംഗ് ഫീൽ ഈ ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇത് PM മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എന്റെ സ്കിൻ കെയർ റുട്ടീനിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി ഇതിന്റെ പ്രൈസ് റേഞ്ച് പറയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ അധികം പേർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു 15 ml ഈ മിനി സൈസ് ക്യൂട്ട് പ്രെറ്റി ലുക്ക് വരുന്ന ഈ ഒരു മോയ്സ്ചറൈസറിന്റെ റേറ്റ് വരുന്നത് 1900 ആണ്. ആൻഡ് 30 ml പ്രൊഡക്റ്റ് വരുന്നത് 7000 Indian rupees. ഗൈസ്, ക്യാൻ യു ബിലീവ് ഇറ്റ്? ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ് ഗൈസ്. അത്രക്ക് അടിപൊളിയാണ്. പക്ഷെ ഓരോ ടൈമും നമുക്കിത് റീസ്റ്റോക്ക് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. 1 month മാത്രം നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ്, അതിന് വൺസ് ഇൻ എ ഡേ യൂസ് ചെയ്തിട്ട് 1 month മാത്രം നിൽക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് 2000 rupeesന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നോട്ട് പോസിബിൾ ഫോർ മീ ഇൻ മൈ കേസ് കേട്ടോ. കാരണം എല്ലാവർക്കും അറിയില്ല. അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഡെഫിനറ്റ്ലി യൂസ് ദിസ്. ഓക്കെ, ഞാൻ ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാനൊരു Estee Lauder ഫാനാണ്. ആക്ച്വലി ഞാൻ ഫൗണ്ടേഷൻസ് റീസ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നൈക്കയുടെ ഓഫറിന്റെ ടൈമിൽ എനിക്കൊരു മിനി സൈസിലുള്ള നൈറ്റ് റിപ്പയർ സെറം കിട്ടിയിട്ടുണ്ടായിരുന്നു ആസ് എ ഗിഫ്റ്റ്. അത് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ്. അത് അത്യാവശ്യം ഒരുപാട് പേര് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ഹൈപ്പൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ്. അത് എനിക്കൊരു 1 weekനുള്ള ഒരു മിനി സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ആയിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നി ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. അങ്ങനെ മാത്രം ഞാൻ വാങ്ങിയതാണ്. ഞാനിത് വാങ്ങാൻ കാരണം ഇതിന് ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് ഗൈസ്. സോ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിത് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്തത്. എല്ലാവരുടെ അടുത്തും ഞാനിത് ഒരിക്കലും സജസ്റ്റ് ചെയ്യൂല, റെക്കമെൻഡ് ചെയ്യൂല. യൂസ് ചെയ്യണം എന്ന് തോന്നുന്നവർക്ക് ഡെഫിനറ്റ്ലി യൂസ് ദിസ്. പക്ഷെ ഡെയിലി നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റാത്തവർക്കോ അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ
ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യൂല കേട്ടോ. അത്രക്കും പ്രൈസി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ അത്രേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.